അതുപോലെ ഇതാ ഈ ഏരിയ കാണുന്ന കംപ്ലീറ്റ് ഫ്രൂട്ട്സ് ഏരിയ ആണ്. ഇതിലും മട്ടോവ, പിന്നെ സാന്തോള്, അബിയോ, ഇങ്ങനെ പല വെറൈറ്റി, പിന്നെ ബോട്ടിക്കാവ, പിന്നെ മുന്തിരിപ്പേര, ആവണക്ക്, ശംഖുപുഷ്പം. അപ്പം ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് നല്ല തിക്കായിട്ട് മരങ്ങൾ വളർന്നിട്ടുണ്ട്. അകത്ത് കയറണമെങ്കിൽ പാദരക്ഷകളൊക്കെ പുറത്ത് വെച്ച് നമുക്ക് ഇരിക്കാൻ വേണ്ടി, മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി അതാ ഒരു മെഡിറ്റേഷൻ ഇത് ചെയ്തിട്ടുണ്ട്. അവിടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാം. ഇത് നമ്മുടെ ജൈവ പച്ചക്കറി, ഇവിടുന്ന് അങ്ങോട്ട് ജൈവ പച്ചക്കറിയുടെ ഏരിയയാണ്. ഇതിൽ നേന്ത്രവാഴയാണ്, നാടൻ നേന്ത്രവാഴയാണ്. ഇതാ കാണുന്നതെല്ലാം ഇതാ ഇപ്പം നിറച്ച് കാച്ചിരിക്കുകയാണ്, ഒന്നല്ല ഒത്തിരി കാച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഫ്രൂട്ട്സൊക്കെ ഒരു 10 ദിവസം കൂടി കഴിയുമ്പോൾ പറിച്ച് എടുക്കാം. നമ്മുടെ ഷോപ്പിൽ കൂടെ തന്നെ വിതരണം ചെയ്താൽ നമ്മുടെ ഷോപ്പിൽ തന്നെ ഇതാ നോക്കണം. ഇത് ഒരെണ്ണത്തിൽ തന്നെ ധാരാളം കാച്ചിട്ടുണ്ട്. ഈ ബിൽഡിംഗ് നമ്മുടെ പേര് വെച്ചിരിക്കുന്നത് നിർവ്വാണം എന്നാണ്. അപ്പം ഇത് നിർവ്വാണം നമ്പർ 1. ഇത് വില്ലാണ്, കാരണം ഒരു ബിൽഡിങ്ങിൽ 2 വില്ലാസാണ്. ചീര പല സ്ഥലങ്ങളിൽ ഇട്ടിട്ടുണ്ട്. ചീര അറുത്ത് നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ പിന്നെ നമ്മുടെ ഭോജനശാലയിൽ, അതായത് അവിടത്തേക്കും കൊടുക്കുന്നുണ്ട്. ഇത് തന്നെ ഇവിടുത്തെ ഭക്ഷണത്തിന് നമ്മൾ ഇത് തന്നെ ഉപയോഗിക്കുന്നത്. പ്രിയ കർഷക സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിലേക്ക് എല്ലാവരും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പൊന്നുരുക്കുപാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ മുതലാളി എന്ന് പറഞ്ഞ ആൾ, ഓണർ തമ്പാൻ എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹം ദുബായിൽ ജോലി ചെയ്യുന്നു. ഇവിടെ 10-25 ഏക്കർ സ്ഥലത്തോളം ഉണ്ട്. ആ സ്ഥലത്തിന് കംപ്ലീറ്റ് ആർക്കിടെക്ചർ വർക്ക് എല്ലാം ചെയ്ത് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന അശോക് സാറാണ്. അദ്ദേഹത്തെ നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാം. അശോക് സാറേ, സ്വാഗതം നമ്മുടെ ചാനലിലേക്ക്. നമസ്കാരം സാറേ. സാറ് ഇവിടെ വന്ന് ഇത് കാണാനും ചാനൽ എടുക്കാനും വീഡിയോ എടുക്കാനും നമ്മളെ പരിചയപ്പെടാനും കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കുറേ പരിപാടികളൊക്കെ ഇതിനകത്തുണ്ട്. നമുക്ക് എവിടെ തുടങ്ങണം? നമുക്ക് ആക്ച്വലി നമ്മുടെ ഭോജനശാല മുതൽ തുടങ്ങാം. ഭോജനശാല ജൈവ കലവറയുണ്ട്. ജൈവ ഷോപ്പിൽ നിന്ന് തുടങ്ങി നമുക്ക് അകത്തോട്ട് 25 ഏക്കർ നമുക്ക് നോക്കാം. ആയിക്കോട്ടെ, ഓക്കെ. അപ്പം നമ്മൾ ഭോജനശാലയിലേക്ക് പോവുകയാണ്. നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞത് നമ്മൾ മാധവകുളം ചുടല റോഡിൽ പൊന്നുരുക്കിപ്പാറയ്ക്ക് അടുത്ത് പൊള്ളാളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതിൻ്റെ ലൊക്കേഷനൊക്കെ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റുന്നതാണ്. മെയിൻ റോഡാണ്. കാരണം ഇവിടെ ഈ റോഡിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നല്ല മെക്കാടൊക്കെ ചെയ്ത് നല്ല മനോഹരമായ റോഡാണ്. ബസ് സർവീസ് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ബസ് സർവീസ് ഇല്ലായിരുന്നു. നമുക്കിപ്പോൾ ചെറുപുഴ, മാധവകുളം, അല്ലെ മാത്തിലെ, പൊന്നമ്പാറ ഭാഗത്തുള്ളവർക്ക് തളിപ്പറമ്പിലേക്ക് എത്തിപ്പെടാൻ ഏറ്റവും എളുപ്പമായ വഴിയാണ് ഈ റോഡ്. ട്രാഫിക് ബ്ലോക്ക് ഇല്ല. അങ്ങനെയുള്ള പല ഗുണങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. അപ്പം അതിൻ്റെ ഗേറ്റ് ഇതാണ്. നമ്മുടെ ഇവിടെ നിന്നാണ് മെയിൻ ഗേറ്റ് തുടങ്ങുന്നത്. ഇതിൻ്റെ പേര് ഭവാനി സർവശാല എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനകത്ത് താമസിക്കാനുള്ള സൗകര്യം, ആയുർവേദ റിസോർട്ടുകൾ എല്ലാം ഉണ്ട്. അതൊക്കെ നമ്മൾ പുറകെ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം നമ്മൾ ആദ്യമായിട്ട് പോകുന്ന ഒരു ഭോജനശാലയുണ്ട്. അതിനോടൊപ്പം തന്നെ ജൈവ കലവറ. കാരണം വെച്ചാൽ ഇവിടെ തന്നെ കൃഷി ചെയ്ത് ജൈവ രീതിയിൽ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികൾ ഇവിടെ തന്നെ വിതരണം ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിച്ചു തരാം. ഓർഗാനിക് ഷോപ്പിലേക്ക് നമുക്ക് പോകാം. സാറേ, ഇത് നമ്മുടെ ഭോജനശാലയാണ്. ഭോജനശാല മെയിൻ റോഡ് സൈഡിലുള്ള ഇവിടെ ഇരുന്ന ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാം. ഇതിൻ്റെ അകത്ത് 13 ഹട്ട് പണി ചെയ്തിട്ടുണ്ട്. അപ്പം ഏകദേശം ഔട്ട് സൈഡിൽ അകത്ത് 300 പേരൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കത്തക്ക രീതിയിലുള്ള സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓർഗാനിക് ഷോപ്പിലേക്ക് പോവാം. ഇത് നമ്മുടെ ഓർഗാനിക് ഷോപ്പാണ്. അപ്പോൾ ഇവിടെയുള്ള ഈ പച്ചക്കറി ഇതെല്ലാം നമ്മുടെ ജൈവ പച്ചക്കറിയാണ്. ജൈവ പച്ചക്കറി എന്ന് പറഞ്ഞാൽ രാസവളമൊന്നും ഇല്ലാതെ നമ്മൾ വെറും ചാണകം മാത്രം ഇട്ട് കൊടുത്ത് വളർത്തിയെടുക്കുന്നതാണ്. ചീരയായാലും മറ്റുള്ള എല്ലാ പച്ചക്കറി ഇരിക്കുന്ന സാധനങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്ന പച്ചക്കറികളെല്ലാം ഞങ്ങളുടെ ഫാമിലുണ്ടാകുന്നു. നേന്ത്രക്കൊല, മറ്റുള്ള ഇതെല്ലാം. പിന്നെ ഓർഗാനിക് ഷോപ്പിൽ വന്നിട്ട് ഇതാ കാണുന്ന നെയ്യ് നമ്മുടെ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന നെയ്യാണ്. ഇവിടെ ഒരുപാട് ഐറ്റം പശുക്കളുണ്ട്. നമ്മുടെ 10-13 വെറൈറ്റി പശുക്കൾ നമ്മുടെ ഇവിടെ ഉണ്ട്. അതിൽ കാസർഗോഡ് കുളൻ, വെച്ചൂർ പശു, പൊങ്കന്നൂർ പശുവുണ്ട്, ഗീർ പശുക്കളുണ്ട്, പിന്നെ സിന്ധി, ജേഴ്സി ബ്രൗൺ, കങ്കയം, ഇങ്ങനെയുള്ള പശുക്കൾ ഉണ്ട്. അതിൽ നിന്നുള്ള വളരെ വില കുറച്ചാണ് നമ്മൾ ഈ നെയ്യ് കൊടുക്കുന്നത്. നെയ്യിന് ഒരു ബോട്ടിൽ ഇത് 500 ml ആണ്.
നമ്മൾ കൊടുക്കുന്നത് 600 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതുപോലെ ആമ്പാടി ഗോശാലയുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ട്. അതെല്ലാം ഇതാ കാണുന്നതാണ്. ഇതിൽ പല വെറൈറ്റി അരിയുണ്ട്. പിന്നെ മറ്റുള്ള ജൈവപരമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, കൂവപ്പൊടി, തേന്, ഈ സാധനങ്ങളെല്ലാം. അതുപോലെ കരിപ്പട്ടി ജൈവയിലുള്ള വരുന്നതാണ്. തമിഴ്നാട് കരിപ്പട്ടിയാണ്, ഒറിജിനൽ കരിപ്പട്ടിയാണ്. ഇത് പനം കറക്കണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടാനുള്ള സാധനം. പനം കറക്കണ്ട് വളരെ, കാരണം നമുക്ക് ഒരുപാട് ചിലവുള്ള സാധനമാണ്. കാരണം കഫത്തിനും കരുത്തിനുള്ള ഏറ്റവും നല്ല ഒരു മരുന്നാണ്. വേറെ മരുന്നേ കഴിക്കില്ല. ഇത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ കഫം അങ്ങനെ അലിഞ്ഞു താഴെ പോകുന്നതാണ്. പിന്നെ വേറെ അതുപോലെ ഇതാ കാണുന്ന ഈ ഉൽപ്പന്നങ്ങളെല്ലാം ഒറിജിനൽ ചോളമാണ് ഇതെല്ലാം. പിന്നെ മുത്താറിൽ റാഗിൻ്റെ രീതിയിൽ റെഡിയാക്കിയിട്ട് ഉപ്പാവ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ വളരെ നന്നായിരിക്കും. എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ അതിനുള്ള ബാർലിയുടെ അവലുണ്ട്. പിന്നെ കോഴിമുട്ട, അതെല്ലാം നമ്മുടെ മുട്ട എല്ലാം ഇവിടെ ഉള്ളതാണ്. ഇത് നമ്മളുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഉൾഭാഗമാണ്. ഇവിടെ ഒരു 13 ഹഡുകളോളം ഉണ്ട്. അപ്പം ഇതിൽ നമുക്കൊരു 300 പേർക്ക് ഒരേ ടൈമിലിരുന്ന് ആഹാരം കഴിക്കത്തക്ക രീതിയിൽ ഹഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് നല്ല തണലാണ്. പല വെറൈറ്റി മാവുകളുണ്ട്. ഈ മാവിൻ്റെ ഇടയിലാണ് നമ്മുടെ ഹഡുകൾ വരുന്നത് ചെയ്തിരിക്കുന്നത്. അപ്പം ഏത് ചൂട് കാലത്ത് വന്നിരുന്നാലും നമുക്ക് ഫാനിൻ്റെ ആവശ്യം പോലുമില്ല. അത്ര നല്ല ക്ലൈമറ്റാണ്. പിന്നെ നല്ല ആഹാരങ്ങൾ ഇവിടെ സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് 3 വിഭവങ്ങൾ ഫുഡ് എല്ലാം അവൈലബിളാണ്. പ്യുവർ വെജിറ്റേറിയനാണ്. കൂടുതലും നമ്മുടെ ഇവിടുത്തെ ജൈവ പച്ചക്കറിയുള്ള ആഹാരം ആണ് നമ്മളിവിടെ പാകം ചെയ്ത് കൊടുക്കുന്നതൊക്കെ. സ്വന്തം ഫാമിൽ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികളാണ് നമ്മളിവിടെ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത്. അതെ, വളരെ കറക്റ്റാണ് സാർ പറഞ്ഞത്, കറക്റ്റാണ്. എല്ലാം ഹട്ടുകളാണ്. അവിടെ കുറേ പേർക്ക് ഒന്നിച്ചിരിക്കാനുള്ള സൗകര്യം ഉണ്ടല്ലേ? അവിടെ ഒരു 10-60 പേർക്ക് ഇരിക്കത്തക്ക രീതിയിലുള്ള ഒരു ഹട്ടാണ്. ഒരു വലിയ ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു 60 മേളിലുള്ള ആൾക്കാർക്ക് ഇരിക്കാം. കല്യാണത്തിൻ്റെ ഒക്കെ പരിപാടി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കല്യാണം നടന്നിട്ടുണ്ട്. നിശ്ചയം, ഈവൻറ്റ്, കുടുംബസംഗമം എന്നൊക്കെ അങ്ങോട്ട് സ്ഥലമുണ്ട് കാണിച്ചൊക്കെ. ഇപ്പം നമ്മൾ ഒരു പരിപാടിയൊക്കെ വെക്കുമ്പോൾ അതിന് എങ്ങനെയായിരിക്കും അതിൻ്റെ ചാർജ് ഈടാക്കുന്നത്? അത് അഫോർഡബിൾ ആണോ? അത് നമ്മുടെ എത്ര പേര് ആൾക്കാരുടെ നോക്കിയിട്ട് നമ്മളത് റിസപ്ഷനിൽ നമ്മുടെ അവരോട് ചോദിച്ച് അവരോട് ചോദിച്ചിട്ട് അത് പറഞ്ഞുതരാം. ഇപ്പം നമ്മളിപ്പോൾ ഒരു പരിപാടി കൂടി എൻഗേജ്മെൻറ്റ് വെക്കുമെന്ന് കൂട്ടിക്കും. അപ്പം നമ്മൾ അതിൻ്റെ റെൻറ്റ്, ഫുഡ് എല്ലാം അടക്കമായിരിക്കും. നമ്മുടെ ഒരു ഹാളിൽ നമ്മുടെ ഫുഡും ഇപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് സദ്യയോടുകൂടിയുള്ള നല്ല ഫുഡ് കൊടുക്കും. അവർക്ക് പായസം 2 പായസമാണോ ആവശ്യമാണെങ്കിൽ അതനുസരിച്ച് കൊടുക്കും. മിനിമം ഒരു പായസം ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഈവനിങ്ങിൽ ഒരു ചായയും കടിയും. അതിൽ കടിയിൽ പഴംപൊരിയോ ഉഴുന്നുവടയോ എന്തുവാണോ ആവശ്യം, അത് കസ്റ്റമറുടെ ആവശ്യത്തിനനുസരിച്ചാണ് കൊടുക്കുന്നത്. പിന്നെ അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് നമ്മൾ ഒരു റേറ്റ്, അങ്ങനെ അല്ലാതെ ആളായിട്ടൊരു റെൻറ്റ് നമ്മൾ അങ്ങനെ പറയുന്നില്ല. ഇത് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു പൈസ, തുച്ഛമായ പൈസ, വലിയ പൈസ നമ്മൾ ഈടാക്കുന്നില്ല. നമ്മുടെ സ്ഥാപനം വളരണമെന്നുള്ളൊരു ആഗ്രഹമാണ് നമുക്ക് ഏറ്റവും പേരും പ്രശസ്തിയും. പിന്നെ നമ്മുടെ ഇവിടെ പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞാൽ കസ്റ്റമറെ ഭയങ്കരമായിട്ട് നമ്മൾ കെയർ ചെയ്യുന്നതാണ്. കസ്റ്റമർ ഈസ് ഓൾവേസ് റൈറ്റ്. ആ ഒരു കാര്യത്തിൽ നമ്മളെപ്പോഴും മുൻപിലാണ്. കസ്റ്റമർക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മളെ ചെയ്തു കൊടുക്കുന്നതാണ്. കസ്റ്റമർ അവരജമാനൻ. അതെ. നമ്മുടെ കസ്റ്റമർ ആണ് നമ്മുടെ ഏറ്റവും നമുക്കങ്ങനെ ഒരു ഭാഗത്തു നിന്നും കസ്റ്റമറുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരാത്ത രീതിയിലാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ പോലും നമ്മുടെ അതിനു വേണ്ടിയുള്ള നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ട് വാട്സപ്പ് നമ്പറുണ്ട്. ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം. ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ആൾക്കാർ പെരുമാറിയതോ. ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കാണ്. ഇത് കാണിച്ചു കൊടുത്തോ. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് കാര്യങ്ങളും അതിൻ്റെ കൂടെ വരുന്ന അവരുടെ പേരൻസിന് ഇരിക്കാനുള്ള ഈ മാന്തോപ്പിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്തിരിക്കാം. ഇരുന്നവർക്ക് സന്തോഷമായിട്ട് കുട്ടികളുടെ കളിയും കാര്യങ്ങളും കണ്ട് ആസ്വദിക്കാം. അതുപോലെ ഈ ഏരിയ കാണുന്ന കംപ്ലീറ്റ് ഫ്രൂട്ട്സ് ഏരിയയാണ്. ഇതിലും മട്ടോവ, പിന്നെ സാംതോള്, അബിയോ, ഇങ്ങനെ പല വെറൈറ്റി, പിന്നെ പോട്ടിക്കാവ, പിന്നെ മുന്തിരിപ്പേര, ആവണക്ക്, ശംഖുപുഷ്പം, ഇങ്ങനെ പല
പിന്നെ ഇതിൻ്റെ ഇടയിൽ മാവും വെറൈറ്റി മാവുകളും ഉണ്ട്. അപ്പോൾ ഇത്രയും ഏരിയ കംപ്ലീറ്റ് ഫ്രൂട്ട്സ് ഏരിയ. ഇടനയുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് ഇത് പിന്നെ അഗസ്ത്യര വനമാണ്. നമ്മളുണ്ടാക്കിയ ഒരു അഗസ്ത്യര വനമാണ്. അപ്പം ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് നല്ല തിക്കായിട്ട് മരങ്ങൾ വളർന്നിട്ടുണ്ട്. അകത്ത് കയറണയും പാദരക്ഷകളൊക്കെ പുറത്ത് വെച്ച് നമുക്ക് ഇരിക്കാൻ വേണ്ടി മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ഒരു മെഡിറ്റേഷൻ ഇത് ചെയ്തിട്ടുണ്ട്. അവിടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാം. അഗസ്ത്യമുനിയുടെ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളവർ നമ്മൾ തുറന്നു കൊടുക്കും. അവരവിടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യും. കാരണം മൊത്തത്തിൽ തുറന്നിടാത്ത ആൾക്കാർ വന്നിട്ട് അശുദ്ധമാക്കുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ അങ്ങനെ ഒരു ലോക്ക് ചെയ്തിരിക്കുന്നത്. ആവശ്യമുള്ളവർക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി തുറന്നു കൊടുക്കും. ഒരു കാര്യം ഇതിനകത്ത് പറയാനുള്ളത്, ഇതെല്ലാം ഡിസൈൻ ചെയ്ത് എല്ലാം ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ഭവാനി സർവ്വശാല എന്ന് പറഞ്ഞാൽ ഈ പൊള്ളാളം പൊന്നുരുക്കി പാറയിൽ ഭവാനി സർവ്വശാലയിൽ വന്ന് ചേരാനും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് പിന്നെ നമ്മുടെ അഭിമാനം മെയിനായിട്ട് പറയാനുള്ള എൻ്റെ ഓണറായ തമ്പാൻ സാറിൻ്റെ കൂടെയും ഇവിടുത്തെ ആൾക്കാരും ഇവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരും എല്ലാവരുടെയും ഭയങ്കരമായിട്ട്. എങ്ങനെ ഇവിടെ വന്ന് വിട്ടു? അത് ഞാൻ ഇവിടെ വന്ന് എങ്ങനെ പറ്റിയെന്ന് പറഞ്ഞു ചോദിക്കാൻ കാരണം വെച്ചാൽ ഇങ്ങനെ തിരുവനന്തപുരം തമിഴ്നാട് ബോർഡറാണ്. കാരക്കോണം പിന്നെ മാർത്താണ്ഡം അടുത്താണ് താമസം, വീടൊക്കെ. അപ്പോൾ അവിടുന്ന് നമ്മുടെ ഈ കണ്ണൂർ ജില്ലയിലെ അല്ല കേരളത്തിന് ഇങ്ങേയറ്റത്ത് വന്ന് ഇവിടെ ഒരു പരിപാടി ആസൂത്രണം ചെയ്യാനും അത് എങ്ങനെ അവിടെ പരിചയപ്പെടാനൊക്കെ സാധിച്ചു എന്നുള്ളതാണ്. അതാണ് നമുക്കൊരു ചോദിച്ചാൽ അത് അല്ലേ. ഈ തമ്പാൻ സാറിൻ്റെ കൂടെ എൻ്റെ ഒരു ബ്രദറിലോ ജോലി ചെയ്തിരുന്നു. അദ്ദേഹം വഴി ഞാൻ പുറത്തൊക്കെ ജോലി ചെയ്ത ആളാണ്. അദ്ദേഹം വഴി ഞാൻ വെളിരാജ് സൗദി അറാംകോയിലൊക്കെ വർക്ക് ചെയ്ത ആൾ. അങ്ങനെ ഞാൻ മതിയാക്കി നാട്ടിലെത്തിയപ്പോൾ ഇങ്ങനെ ഒരു പിന്നെ പ്രോജക്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ തമ്പാൻ സാറിനെ വന്ന് കണ്ടു. അദ്ദേഹം വഴിയാണ് വന്നത്, എൻ്റെ അനിയൻ വഴിയാണ് വന്ന് കണ്ടത്. അപ്പോൾ തമ്പാൻ സാറിൻ്റെ കൂടെ കണ്ടു. അദ്ദേഹം എൻ്റെ ഇഷ്ടത്തിന് ഇതെല്ലാം ഇഷ്ടത്തിന് ചെയ്യാൻ വേണ്ടി വിട്ടു തന്നു. പിന്നെ നമ്മളതെല്ലാവരും എല്ലാവരും കൂടെയും സഹകരണത്തോടുകൂടി ഭംഗിയാച്ച് പിന്നെ ഇതുപോലെയൊക്കെ ചെയ്തു തീർക്കാൻ നമുക്ക് സാധിച്ചു. ഇത് നമ്മുടെ ജൈവ പച്ചക്കറി, ഇവിടുന്ന് അങ്ങോട്ട് ജൈവ പച്ചക്കറിയുടെ ഏരിയയാണ്. ഇതിൽ നേന്ത്രവാഴയാണ്, നാടൻ നേന്ത്രവാഴയാണ് കാണുന്നതെല്ലാം. അതിൻ്റെ ഇടയിൽ തെങ്ങ് വെച്ചിട്ടുണ്ട്. തെങ്ങ് ഗംഗാപോണ്ട് തെങ്ങാണത്. ഈ വാഴയ്ക്ക് നമ്മൾ ചെയ്യുന്ന അപ്പം എന്നാ വളപ്രയോഗം ചെയ്യുന്നത്? ഈ വാഴയ്ക്ക് നമ്മൾ കൊടുക്കുന്ന വെറും ചാണകമല്ലാതെ വേറെ ഒന്നുമില്ല. ഇവിടെ വേറെ ഒരു വളമില്ല. എന്നറിയാം, ചപ്പ് ചവറ് ഇങ്ങനെയുള്ള കാര്യങ്ങളും വെണ്ണീര് പിന്നെ ചാണകം. നമുക്ക് ചാണകം ഇഷ്ടം പോലെ ഉണ്ട്. അത് ചാണകം എന്ന് പറയുന്നത് നമ്മുടെ ഈ നല്ല നാടൻ പശുക്കളുടെ ചാണകമാണ്. അത്രത്തോളം ഗുണം ചെയ്യും. അപ്പം നമ്മൾ ഇതിൽ നല്ല കൊലകൾ നമ്മൾ മുറിച്ചിട്ടുണ്ട്. ചാണകം പുളിപ്പിച്ചൊഴിക്കുകയോ അല്ലെങ്കിൽ സാധാരണ പൊടിച്ച് നല്ല ഉണക്കിയെടുത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ്. ഈ ചാണകം കിട്ടാലേ സാധാരണ ഈ ഒരു പറയപ്പെടുന്നുണ്ട് വാഴയ്ക്ക് ചാണകം വണ്ട് വരുമെന്നൊക്കെ, പുഴു കയറുന്നു. അത് നമ്മുടെ വേറൊരു കാര്യം. ജൈവമല്ലാത്ത രീതിയിൽ നമ്മുടെ രാസവളങ്ങളൊക്കെ ഉപയോഗിച്ച് മണ്ണിൻ്റെ pH കാര്യങ്ങളെല്ലാം കുറച്ച് മണ്ണൊരു പ്രത്യേക വെറൈറ്റിയായി മാറുമ്പോൾ നമ്മുടെ ഈ സാറ് പറഞ്ഞതുപോലെ അതിന് നമുക്കങ്ങനെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. കാരണം വാഴകൾ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം ഈ വെയിലത്തും അത്രത്തോളം നമ്മൾ വെള്ളം കൊടുത്ത് അങ്ങനെ നട്ടിക്കുകയാണ്. ഇതാ ഈ തെങ്ങ് നോക്കണം. ഇത് 1.5 വർഷമായ തെങ്ങ് കാച്ചു നിൽക്കുകയാണ്. 1.5 വർഷമായ അതേത് ഇത് ഗംഗാപോണ്ടെന്ന് പറയുന്നതാണ്. ഇതാ 1.5 വർഷമായപ്പം ആ തെങ്ങ് കാച്ചു നിൽക്കുകയാണ്. കാരണം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമായ ഒരു കാര്യമാണ്. അല്ല, നമ്മുടെ പ്രകൃതിയിൽ ദൈവം തന്നതാണ്. ഇതൊക്കെ നമ്മുടെ കഴിവല്ല, ദൈവം തന്നെയാണ്. നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് അത് ഉൽപ്പാദനത്തിലേക്ക് എത്തുമ്പോൾ അത് വലിയൊരു സന്തോഷമാണ്. അതുപോലെ എനിക്ക് ഭയങ്കര ഇത് ഇന്ന് നമുക്ക് അകത്ത് കയറാം. ഇതാ കാണുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് കാച്ചി കിടക്കുകയാണ്. സാറിന് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ഡ്രാഗൺ ഫ്രൂട്ട് കഴിഞ്ഞ വർഷം നമുക്ക് ഒത്തിരി കാച്ചായിരുന്നു. നമ്മൾ ഇവിടെ തന്നെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രോബ്ലം ചെറിയ ചൂട് കൂടുതലാണ്, അതിൻ്റെയാണ് കുറച്ച് വരുന്നത്. ഇതാ ഇപ്പം ഡ്രാഗൺ ഫ്രൂട്ട് കാച്ചി നിൽക്കുകയാണ്. ഇതിന് നനവ് കൊടുക്കുന്നില്ലേ? എന്നാൽ ഈ ഡ്രാഗന് കൂടുതൽ വെള്ളം വേണ്ട. നമ്മുടെ ഒരാഴ്ച കൂടുമ്പോഴേ ഒന്ന് നനച്ചു കൊടുത്താലും മതി. ഇതാ ഇപ്പം നിറച്ച് കാച്ചിരിക്കുകയാണ്. ഒന്നല്ല, ഒത്തിരി കാച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഫ്രൂട്ട്സൊക്കെ ഒരു 10 ദിവസം കൂടി കഴിയുമ്പോൾ പറിച്ച് എടുക്കാം. നമ്മുടെ ഷോപ്പിൽ കൂടെ തന്നെ വിതരണം ചെയ്താൽ നമ്മുടെ ഷോപ്പിൽ തന്നെ ഇതാ നോക്കണം. ഇത് ഒരെണ്ണത്തിൽ തന്നെ ധാരാളം കാച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രത്യേകത കണ്ടോ, കംപ്ലീറ്റ് വീട് മേറ്റിട്ടിക്കെന്ന് പറഞ്ഞാൽ വീട് കയറി ഇൻഫെക്ഷനും പെസ്റ്റിസൈഡൊന്നും വരാതിരിക്കാൻ കാട് കയറത്തില്ല, രോഗബാധ കുറയും. അതെ, അതെല്ലാം നല്ലതാണ്. അതെ, അതുകൊണ്ടാണ് നമ്മുടെ വീട് ഷീറ്റ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ ഒരു പച്ചക്കറിയുടെ ഒരു ഭാഗമാണ്. വേറെ പല പല സ്ഥലങ്ങളിലായിട്ടാണ് നമ്മുടെ പച്ചക്കറി ഇട്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മുടെ വഴുതലങ്ങയുണ്ട്, താലോലിയുണ്ട്,
പിന്നെ താലോലി മീൻസ് ഞരമ്പൻ ഞരമ്പൻ. നമ്മുടെ ഇവിടുത്തെ. പിന്നെ പടവലങ്ങ, അതുകൊണ്ട് ചീരകൾ നമ്മുടെ ഇതാണ്ട് ഓരോ വെറൈറ്റി ഇങ്ങനെ തീരുമ്പോൾ ചീര പല സ്ഥലങ്ങളിൽ ഇട്ടിട്ടുണ്ട്. ചീര അറുത്ത് നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ പിന്നെ നമ്മുടെ ഭോജനശാലയിൽ, അതായത് അവിടത്തേക്കും കൊടുക്കുന്നുണ്ട്. ഇത് തന്നെ ഇവിടുത്തെ ഭക്ഷണത്തിന് നമ്മൾ ഇത് തന്നെ ഉപയോഗിക്കുന്നത്. ഇത് പുലാവ് ഏരിയയാണ്, വിയറ്റ്നാം സൂപ്പർ ഏരിയയാണ്. ഇവിടെ നമ്മുടെ ഈ യോഗാശാലയിൽ നിന്നും അങ്ങോട്ട് നടന്നു പോകാൻ വേണ്ടി, പേഷ്യൻ്റ് നടന്നു പോകാൻ വേണ്ടി, കാൽ അക്യുപഞ്ചർ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മുടെ ആ രീതിയിൽ ഒരു നടപ്പാത ചെയ്തിട്ടുണ്ട്. വിയറ്റ്നാം സൂപ്പർ, ഇതെല്ലാം വിയറ്റ്നാം സൂപ്പർ എയറിൽ പ്ലാവല്ലേ? അതെ, ഇതെല്ലാം വിയറ്റ്നാം സൂപ്പർ ഏരിയയാണ്. കാച്ചിട്ടുണ്ട്, ചക്ക ഇഷ്ടം പോലെ പ്രാവശ്യം കാച്ചു, എല്ലാം നമ്മുടെ ഷോപ്പിൽ കൊടുത്തു. നമുക്ക് നല്ല ഡിമാൻഡുമാണ്. ഇവിടെ മഴ വരുമ്പോഴാണ് നല്ല രസം. അത് ഞാൻ പറഞ്ഞുതരാം, തിരിച്ചു വരുമ്പോൾ പറഞ്ഞുതരാം. ഇത് നമ്മുടെ ശബരി ഹിൽസ് എന്ന് പറഞ്ഞ ഒരു ഗസ്റ്റ് ഹൗസാണിത്. ഇവിടെ ഉള്ളതിൽ ഏറ്റവും നല്ല രീതിയിൽ ഏരിയയും കാര്യങ്ങളുള്ള ബിൽഡിങ്ങാണിത്. അതിൽ ഇവിടെ 3 ടൈപ്പ് ബിൽഡിംഗ് കൊടുത്തിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ വില്ല ടൈപ്സ് ഉണ്ട്, അതുപോലെ ഗസ്റ്റ് ഹൗസ് ടൈപ്പ് ഉണ്ട്, റൂം ടൈപ്പ് ഉണ്ട്. അങ്ങനെ അതിൽ ഗസ്റ്റ് ഹൗസ് ടൈപ്പ് ബിൽഡിങ്ങാണ് ഇത്. അപ്പോൾ ഇതിൽ കുറച്ചുകൂടെ കോസ്റ്റ്ലി കൂടും. എല്ലാ വില്ലകളും ഓടാണ് ഇട്ടിരിക്കുന്നത്, വാർപ്പില്ല. നമുക്ക് വാർപ്പെന്ന് പറഞ്ഞില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ട്രഡീഷണലിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എല്ലാം. പിന്നെ പ്രത്യേകിച്ചും പിന്നെ നമ്മുടെ കൂര മോഡലിലും പിന്നെ ആ പഴയ ഇത് പിന്നെ ഇത് പഴമ മാറാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഇതിൽ തന്നെ ടച്ചും എല്ലാം ഈ പറയുന്ന പോലെ തട്ടും മേൽത്തട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. മച്ചെല്ലാം എല്ലാം കൂടെയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം AC റൂമുകളാണോ? AC റൂമുകളാണ്. AC ഉള്ളവർക്ക്, AC ഇല്ലാത്തവർക്ക് AC ഇല്ലാത്ത റൂമും ഉണ്ട്, താഴെ ഉണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ AC നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് കയറി ACയുടെ ആവശ്യമില്ല. കാരണം മച്ചും കാര്യങ്ങളും തട്ടും ഒക്കെ ചെയ്തിരിക്കുന്നത് കൊണ്ട് നല്ല തണുപ്പാണ്. ഈ മച്ച് ഉപയോഗിച്ചിരിക്കുന്ന മരം കൊണ്ടാണോ അല്ലെങ്കിൽ മറ്റേ മരത്തിൻ്റെ മരം കൊണ്ട് തന്നെ മച്ച് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഈ ബ്ലോക്ക്, ഇത് വില്ലാസാണ്. ഒരു ബിൽഡിങ്ങിൽ 2 വില്ല കാണും. അപ്പം അത് പറഞ്ഞ പോലെ ഇതിൽ ഒരു സിറ്റ് ഔട്ട്, പിന്നെ ഒരു ഹോള്, ഒരു ബെഡ്റൂം, പിന്നെ അതിൻ്റെ പുറകിൽ വാഷ് ബേസിൻ, ബാത്റൂം കാര്യങ്ങളൊക്കെ ആ രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇത് സെക്കൻഡ് ടൈപ്പാണ്. ഈ ബിൽഡിംഗ് നമ്മുടെ പേര് വെച്ചിരിക്കുന്നത് നിർവ്വാണം എന്നാണ്. അപ്പം ഇത് നിർവ്വാണം നമ്പർ 1. ഇത് വില്ല ആണ്. കാരണം ഒരു ബിൽഡിങ്ങിൽ 2 വില്ലാസാണ്. അപ്പോൾ നോക്കാം സാർ, വരണം പ്ലീസ്. ഇപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു സിറ്റ് ഔട്ടും ഒരാളിന് ഇരിക്കാനുള്ള സൗകര്യം, ചെയറും വിത്ത് സെറ്റീസ്. ഹാളായിട്ട് കാര്യങ്ങളും TV ഉണ്ട്. ടിവിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം വൈഫൈ കാര്യങ്ങളെല്ലാം കൃത്യമായി എല്ലാം കൊടുത്തിട്ടുണ്ട്. 2 ബെഡുണ്ട്, AC കാര്യങ്ങളെല്ലാം ഉണ്ട്, കബോർഡ്സ്. ഇനി സെപ്പറേറ്റായിട്ട് ഈ വില്ലയിൽ താമസിക്കാൻ ചിലപ്പം 2 പേരല്ലാതെ കൂടുതൽ പേര് വന്നാൽ നമ്മൾ എക്സ്ട്രാ ബെഡ് വേണമെങ്കിൽ ബെഡ് കൊടുക്കും. അതിനുള്ള കാര്യങ്ങളെല്ലാം അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് വാഷ് ബേസിൻ, ടോയ്ലറ്റ്സ്. സാറേ, ഇപ്പോൾ അത് സാമ്പിളായിട്ട് നമ്മുടെ റൂം കാണിച്ചു. ബാക്കിയുള്ള റൂംസുകൾ നമ്മൾ കാണിക്കാത്ത അടുത്തുള്ള ബിൽഡിങ്ങുകളിലെല്ലാം ഓക്കുപ്പൈഡ് ആണ് കംപ്ലീറ്റും. അപ്പോൾ അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരെണ്ണം സാമ്പിൾ കാണിച്ചിരുന്നു. നമുക്കിനിപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം രോഗികൾക്ക് നടന്നു പോകാനുള്ള നമുക്കൊരു യോഗാശാലയുണ്ട്. നമുക്ക് അത് പിന്നെ ഒരു പാത്വേ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. ചെരുപ്പിടാതെ നടന്നു പോകാം, ആ വഴിയിലോട്ട് പോകാൻ വരും. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഗോശാല, ആയുർവേദ ട്രീറ്റ്മെൻറ്റ്, യോഗ ഇതെല്ലാം നമ്മൾ കാണിക്കുന്നതായിരിക്കും.